ഹലോ, നമുക്കിന്ന് എങ്ങനെ സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കാൻ നോക്കാം. സോ ഞാനിവിടെ ഒരു സ്റ്റിക്കേഴ്സ് എടുക്കുന്നുള്ളൂ, അത് ഹലോ കിറ്റിയിലാണ്. സോ ഫസ്റ്റ് തന്നെ നമുക്കൊരു A4 എടുത്തിട്ട് നിങ്ങൾക്ക് വേണ്ട പിക്ചർ ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്കത് ഒന്ന് വരച്ചെടുക്കാൻ. എനിക്ക് പറ്റാവുന്ന പോലെ ഹലോ കിറ്റി വരച്ചിട്ടുണ്ട്. സോ ഇനി നമുക്ക് ഈ ഹലോ കിറ്റീനെ വരച്ചതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഹലോ കിറ്റി വരച്ചതൊന്ന് നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇവിടെയൊക്കെ ചെറിയൊരു വൈറ്റിഷ് ഉണ്ട്, നമുക്ക് നന്നായി പെർഫെക്റ്റായിട്ട് കട്ട് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് ഒരുപാട് പിക്ചേഴ്സ് വരച്ചിട്ട് അങ്ങനെയും ചെയ്യാം. ഞാൻ ഇവിടെ ആദ്യമായിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്, അപ്പോൾ എത്രത്തോളം സക്സസ് ആവുമെന്ന് അറിയില്ല, അതുകൊണ്ടാണ് ഞാൻ ഒന്നെടുത്തത്. എന്തായാലും നമുക്ക് നോക്കാം. സോ നമുക്ക് എല്ലാവരുടെ വീട്ടിലുണ്ടാവുന്ന സിമ്പിൾ മെറ്റീരിയൽസ് വെച്ചിട്ടാണ് നമ്മൾ ഇത് ഉണ്ടാക്കുന്നത്. നമുക്കിതിനായിട്ട് ഒന്നും വാങ്ങേണ്ടെന്ന് ആവശ്യമൊന്നുമില്ല. എല്ലാവരുടെ വീട്ടിലുണ്ടാവുന്ന സംഭവമൊക്കെ തന്നെയാണ് നമുക്ക് ഇത് ഉണ്ടാക്കാൻ വേണ്ടുള്ളൂ. യെസ്, അങ്ങനെ ഫൈനലി നമ്മളത് വെട്ടിക്കഴിഞ്ഞിട്ട് ഇതേപോലെ നമ്മൾ വെട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. എന്നെക്കൊണ്ട് പറ്റാവുന്ന പോലെയൊക്കെ ഞാൻ ഹലോ കിറ്റികളൊക്കെ വരച്ചിട്ടുണ്ട്. സോ ഇനി നെക്സ്റ്റ് എന്ന് പറയണത് നമുക്ക് ഒരു സെലോ ടാപ്പ് വേണം. സോ നമുക്ക് സെലോ ടാപ്പ് എടുക്കാം. എന്നിട്ട് ഈ സെലോ ടാപ്പ് നമുക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഈ പിക്ചറിൻ്റെ മേലെ ഈ സെലോ ടാപ്പ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. അതാണ് നമുക്ക് വേണ്ടത്. അപ്പം നമുക്കിത് ഇതേപോലെ ഇതൊന്ന് ഇതിൽ ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. ഓരോരോ ലെയറായിട്ട് വലിയ സെലോ ടേപ്പ് എടുക്കുകയാണെങ്കിൽ ഇതുകൊണ്ട് തന്നെ നമുക്ക് ഇത് ഫുള്ള് കവറാക്കും. ചെറുതായതുകൊണ്ട് നമുക്ക് കുറച്ച് ലെയറായിട്ട് വേണം ഒട്ടിച്ചു കൊടുക്കണമെങ്കിൽ. സോ ഫസ്റ്റ് ഒരു ലെയർ കഴിഞ്ഞിട്ടുണ്ട്, നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ബാക്കി വന്ന സെലോ ടേപ്പൊക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇതാ ഫസ്റ്റ് സെലോ ടേപ്പ് കണ്ടോ, നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഓരോ ലെയർ ഒട്ടിക്കാനുണ്ട് കേട്ടോ. സോ അങ്ങനെയൊക്കെ ഒട്ടിച്ച് വരുമ്പോഴേക്കും നല്ലൊരു പെർഫെക്ഷൻ ആവും. സെലോ ടാപ്പ് ഒട്ടിക്കണം നിർബന്ധമൊന്നുമില്ല, പക്ഷെ നമുക്കൊരു ഗ്ലോസി ഫിനിഷിങ് കിട്ടണമെങ്കിൽ സെലോ ടാപ്പ് തന്നെ ഒട്ടിക്കണം. അപ്പോൾ ഇതിനൊരു അട്രാക്റ്റീവായിട്ടൊന്നും കൂടി തോന്നിക്കും കേട്ടോ. അതിനാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. സോ ഇപ്പോഴത്തെ നമുക്ക് അടുത്ത ലെയർ ഇനി നോക്കാം. നെക്സ്റ്റ് അടുത്ത ലെയറും ഇതേപോലെ തന്നെ സെലോ ടാപ്പ് അത്യാവശ്യം വേണ്ടി വരും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പിക്ചേഴ്സ് ഇതേപോലെ വരയ്ക്കാം കേട്ടോ. ഞാൻ ഒരെണ്ണം എടുക്കുന്നുള്ളൂ, ഇത് എത്രത്തോളം സക്സസ് ആവുമെന്ന് അറിയില്ലല്ലോ, നമുക്ക് അതിനനുസരിച്ച് ഇട്ടാൽ മതി. എന്നിട്ട് അടുത്തത് എനിക്കൊരു 3 ലെയർ വേണം, കാരണം എൻ്റെ ഒരു ചെറിയൊരു 3-4 ലെയർ വേണം, കാരണം എൻ്റെ ചെറിയ സെലോ ടേപ്പാണ്. വലിയ സെലോ ടേപ്പ് വീട്ടിലുള്ളവർക്ക് വലിയ സെലോ ടേപ്പ് എടുക്കുക. അതാകുമ്പോൾ ഒരു ലെയറോടെ തന്നെ അത് ഫിനിഷ് ആവും. പക്ഷെ ഞാൻ ചെറുതാണല്ലോ, അപ്പോൾ എനിക്ക് കുറച്ച് ഒരു 4 മതി, 4 ലെയർ വേണം. ഹലോ കിറ്റി ആയതുകൊണ്ട് 4. നമുക്ക് വലിയ പിക്ചേഴ്സ് അപ്പോൾ വലിയ പിക്ചേഴ്സൊക്കെ നമ്മൾ വരയ്ക്കുമ്പോൾ അതിനനുസരിച്ചുള്ള ടാപ്പ് നമ്മൾ എടുക്കേണ്ടി വരും കേട്ടോ. പിന്നെ വേഗം ഒന്ന് റെഡിയാക്കി വരുന്നുണ്ട്.
അപ്പോൾ ഗൈസ് നമ്മൾ ഫുള്ള് ഇത് സെലോ ടൈപ്പ് വെച്ചിട്ട് ഇത് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി വന്ന സെലോ ടൈപ്പൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് ആ ഒരു ഷേപ്പിലാക്കി എടുക്കാം. ബാക്കി കുറച്ച് സെലോ ടൈപ്പൊക്കെ ബാക്കി വന്നിട്ടുണ്ട്. അത് നമുക്ക് എടുത്തിട്ട് ലെവലാക്കി കൊടുക്കണം, അല്ലെങ്കിൽ അതൊരു അട്രാക്റ്റീവ് ആയിട്ട് നമുക്ക് തോന്നിക്കില്ല. സോ അപ്പോൾ അതിനായിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനി ഒരു സെലോ ടാപ്പ് എക്സ്ട്രാ ഒട്ടിക്കണമെങ്കിൽ ഒട്ടിക്കാം. ബിക്കോസ് എങ്ങനെ പോയാലോ എന്നുള്ളൊരു പേരുണ്ട് കേട്ടോ. എൻ്റെ കണ്ടില്ലേ ഫുള്ളാവണമെങ്കിൽ എനിക്കൊരു 4 ലെയർ വേണ്ടി വന്നു. സോ 4 ലെയർ സെലോ ടാപ്പ് ഇതേപോലെ ഒട്ടിച്ചപ്പോൾ ഒരു ഗ്ലോസി ഫിനിഷിംഗ് ആയി. ഇനി ബാക്കി വന്ന സെലോ ടാപ്പൊക്കെ ഇല്ലേ, അങ്ങനെ മീശേമ്പലൊക്കെ കുറച്ച് സെലോ ടാപ്പൊക്കെ ഉണ്ട്. സോ അതൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാം സ്ക്വിഷി കേട്ടോ. സ്ക്വിഷി എന്ന് പറയുന്നത് സ്റ്റിക്കേഴ്സ്. അപ്പോൾ ഗൈസ് നമ്മളിതാ ഇതേപോലെ തന്നെ നമ്മളെല്ലാ സെലോ ടേപ്പും അതിൻ്റെ മേലെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങളൊന്നും ചെയ്യണ്ട, ഒരു A4 എടുക്കുക, നിങ്ങൾക്ക് വേണ്ട പിക്ചർ വരയ്ക്കാം. എന്നിട്ട് ആ പിക്ചർ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ മേലെ കുറച്ച് സെലോ ടേപ്പ് ഒട്ടിക്കാം. ഞാൻ ചെറിയൊരു സെലോ ടേപ്പ്, ഇങ്ങനത്തെ ചെറിയൊരു സെലോ ടേപ്പാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വലുതാണെങ്കിൽ ഒരു ലെയർ മതി. ഞാനിപ്പോൾ 1 2 3 4 ലെയർ എനിക്ക് വേണ്ടി വന്നു. ബാക്കി വന്നതൊക്കെ കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതേപോലെ കിട്ടും. ഇനി നമുക്കിതിപ്പോൾ ഇങ്ങനെ ഒട്ടിക്കാനൊന്നും പറ്റില്ലല്ലോ. ഇനി ഒട്ടിക്കണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ ബാക്കിൽ എന്തായാലും ഒട്ടിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് അതിനായിട്ടാണ് നമ്മുടെ ഈ ഗ്ലൂ സ്റ്റിക്ക് ഉണ്ടല്ലോ, ഫെവിസ്റ്റിക്ക്. അപ്പോൾ ഈ ഫെവിസ്റ്റിക്ക് കൊണ്ടാണ് നമ്മളിന്ന് ഒട്ടിക്കാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ സെലോ ടാപ്പ് ഒട്ടിച്ചതിൻ്റെ ബാക്കിൽ നമുക്ക് ഈ ഫെവിസ്റ്റിക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നാലേ നമുക്ക് സ്റ്റിക്കർ ഒട്ടിക്കാൻ പറ്റുള്ളൂ. ഫെവിസ്റ്റിക്ക് നമ്മൾ അധികം യൂസ് ചെയ്യാറില്ല. പക്ഷേ ഈ സ്റ്റിക്കറൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഇതന്നെ വേണ്ടി വരും. സിമ്പിൾ മെറ്റീരിയൽ ആയതുകൊണ്ട് ഇതൊക്കെ വേണ്ടി വരും. അപ്പം നിങ്ങൾക്ക് ഇനിയിപ്പോൾ ബട്ടർ പേപ്പറിലാണ് ചിലവരൊക്കെ സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കാറ്. പക്ഷെ നിങ്ങൾക്കിപ്പോൾ ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ നമ്മൾ ചെയ്ത പോലെ തന്നെ ഉണ്ടാക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ബട്ടർ പേപ്പറിൽ ഉണ്ടാക്കണമെങ്കിൽ ബട്ടർ പേപ്പർ എങ്ങനെ ഉണ്ടാക്കുക വെച്ചാൽ A4 കുറച്ച് ഓയിൽ ഉണ്ടാവില്ല, ഏത് ഓയിലായാലും കുഴപ്പമില്ല. അത് നമ്മളൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് പിന്നെ ബാക്കി വന്ന ഓയിലൊന്ന് ടാബ് ചെയ്താൽ മതി. ഇത്രേ, അങ്ങനെയാണ് ഉണ്ടാക്കുക. ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്തപ്പോൾ കണ്ടാണ് ഗൈസ്. അങ്ങനെ ഗൈസ് നമ്മുടെ സ്റ്റിക്കർ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് വർക്കാണോ നോക്കാം. നമ്മുടെ സ്റ്റിക്കർ ഇതാ നമ്മൾ റെഡി ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വർക്കാണോ എന്ന് നോക്കാം. ഗൈസ് വർക്കാണ് കണ്ടോ. ഞാനിവിടെ എൻ്റെ ഒരു പൗച്ചിലൊന്ന് നമ്മൾ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ഒട്ടിക്കാം. ഞാനൊരു ഉണ്ടാക്കിയൊരു പൗച്ചിൽ ഞാൻ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ കറക്റ്റ് സ്റ്റിക്കറായിട്ട് നമുക്കിവിടെ ഒട്ടിക്കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ ബൈ.